വരുന്നു. പാലം ചില കാത്തിരിപ്പുകൾക്ക് ജീവൻ്റെ തന്നെ വിലയുണ്ടെന്ന് പറയുന്നത് വെറുതെയല്ല. ചില ദുരിതം തന്നെയാണ് അത്. അത്തരത്തിലുള്ള ദുരിതമാണ് ഈ ഒരു പുതുപ്പണം കോട്ടക്കടവ് റെയിൽവേ ഗേറ്റ് പരിസരത്തുള്ള ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. റെയിൽവേ ഗേറ്റ് അടച്ചിടുന്നത് കാരണം ഇവർക്ക് നഷ്ടമാകുന്ന മണിക്കൂറുകൾക്ക് ജീവൻ്റെ തന്നെ വിലയുണ്ട്. ആശുപത്രി അല്ലെങ്കിൽ ജോലി, ട്രെയിന് അല്ലെങ്കിൽ മറ്റ് അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകുന്ന ഒരുപാട് ആളുകളാണ് ഇവിടെ പലപ്പോഴും കുടുങ്ങിക്കിടക്കുന്നത്. ഗേറ്റിൽ വാഹനങ്ങൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇതിലെ ദിവസവും പല പ്രാവശ്യം ഗേറ്റ് അടക്കുന്നതുകൊണ്ട് പണിയെടുക്കാൻ വലിയ പ്രയാസമുണ്ട്. ഒരു ദിവസം 3-4 വണ്ടിയാണ് ഒരുമിച്ച് പോകുന്നത്. അതുകൊണ്ട് തന്നെ അരമണിക്കൂർ കൂടുതൽ ചില സമയത്ത് ഗേറ്റിൽ കുടുങ്ങി കിടക്കുക. 1973 കോട്ടക്കടവിൽ ഈ ഒരു റെയിൽവേ ഗേറ്റ് വന്നത്. നാട്ടുകാർ തന്നെയാണ് അന്ന് പൊരുതി ഒരുപാട് സമരം നയിച്ച് ഇത് നേടിയെടുത്തത്. ശേഷം വർഷങ്ങൾക്ക് ഇപ്പുറവും ഇവിടെ ഈ ഒരു ഗേറ്റ് മാത്രമാണുള്ളത്. ഇത് കാരണം ഓരോ തവണ തീവണ്ടി കടന്നു പോകുമ്പോഴും ഇത് അടച്ചിടുന്നത് വലിയ പ്രയാസമാണ് പരിസരവാസികൾക്കുണ്ടാകുന്നത്. ദിവസേന 85ഓളം തീവണ്ടികൾ കടന്നു പോകുന്നതിനായി റെയിൽവേ ഗേറ്റ് അടയ്ക്കേണ്ടി വരുന്നു. അത് ഏകദേശം 5 മണിക്കൂറോളമാണ് ഇത്തരത്തിൽ ഈ ഒരു ഗേറ്റ് അടച്ചിടേണ്ടി വരുന്നത്. അങ്ങനെ വരുമ്പോൾ വാഹനങ്ങളുടെ നീണ്ട നിര ഇവിടെ നിന്ന് തുടങ്ങി അങ്ങ് ദേശീയപാതയിൽ പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗം വരെ എത്തുന്നുണ്ട്. ആ കുരുക്ക് അഴിഞ്ഞു തീരുമ്പോഴേക്കും പലരുടെയും ആവശ്യങ്ങൾ കഴിഞ്ഞിരിക്കും. വലിയ ദുരിതത്തിലാണ് നാട്ടുകാരുള്ളത്. ഇവിടെ ഒരു മേൽപ്പാലം വേണമെന്നാവശ്യപ്പെട്ട നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച സമരം തുടങ്ങിയിട്ടുണ്ട്. പ്രത്യക്ഷ സമരം തന്നെ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ അതിനൊന്നും നടപടിയായിട്ടില്ല. ഓരോ വാഹനവും ഇവിടെ വന്ന് നിർത്തിയിടുന്നു. ദേശീയപാതയിൽ നിന്ന് നേരെ പ്രവേശിക്കുന്ന ഭാഗം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെ വലിയ നിരയാണ്. ഒപ്പം ഈ ഭാഗത്തേക്ക് കടന്നു വരുന്ന ക്രോസ് ചെയ്ത് വരുന്ന ഭാഗത്ത് അപകട സാധ്യതയുമാണ്. കോട്ടക്കടവ് മേൽപ്പാലത്തിൻ്റെ ആവശ്യം കൂടുതൽ പ്രസക്തി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ വർക്ക് പുരോഗമിക്കുമ്പോൾ കോട്ടക്കടവ് പടിഞ്ഞാറ് ഭാഗത്ത് പോകുന്ന വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നിലവിൽ അവിടുത്തെയുള്ളൊരവസ്ഥ, നിലവിൽ കോട്ടക്കടവിൻ്റെ പടിഞ്ഞാറ് ഭാഗങ്ങളിൽ ഇപ്പോൾ കറുക മുതൽ അങ്ങാടിത്താഴെ കക്കട്ടി വരെയുള്ള മേഖലകളിൽ പോകുന്ന വാഹനങ്ങൾ റെയിലിൻ്റെ കിഴക്ക് വശത്ത് നിർത്തിയിടുമ്പോൾ നാഷണൽ ഹൈവേ ബ്ലോക്കാവുന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹൈവേയുടെ വർക്ക് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിലവിൽ സർവീസ് റോഡിലൂടെയാണ് വടകര ഭാഗത്തേക്ക് വാഹനങ്ങൾ വരുന്നത്. അങ്ങനെ വടകര ഭാഗത്തേക്ക് വാഹനങ്ങൾ വരുമ്പോൾ പൂർണ്ണമായും അവിടെ വാഹന സ്തംഭം നിലനിൽക്കുകയാണ്. ഈ ഒരു അവസ്ഥ മാറ്റിയെടുക്കുവാൻ ഏറ്റവും കൂടുതൽ അതിന് നേരത്തെ തന്നെ അവിടുത്തെ പരിസരവാസികളും അവിടുത്തെ രാഷ്ട്രീയ കക്ഷികളും അവിടുത്തെ എല്ലാ ജനവിഭാഗങ്ങളും ആവശ്യപ്പെട്ടതാണ് കോട്ടക്കടവിലെ യാത്രാ ക്ലേശത്തിന് പരിഹാരം കാണുവാൻ അവിടുത്തെ ഒരു ഓവർ ബ്രിഡ്ജ് മേൽപ്പാലം നിർമ്മിക്കുക എന്നുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ അവിടുത്തെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും അതുപോലെ തന്നെ കൗൺസിലർമാരും അവിടുത്തെ ബന്ധപ്പെട്ട സാംസ്കാരിക സംഘടന ഉൾപ്പെടെ തന്നെ ഇരുന്ന് ആലോചിച്ചു. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ സ്ഥലം MLAയും അതുപോലെ തന്നെ MPയും കഴിവിൻ്റെ പരമാവധി ഇടപെട്ടുകൊണ്ട് സർക്കാരിന് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് കോട്ടക്കടവ് പ്രദേശത്തുള്ള യാത്രാ ക്ലേശത്തിന് പരിഹാരം കാണുവാൻ അവിടെ മേൽപ്പാലം നിർമ്മിക്കണം എന്നുള്ള ഒരു ആവശ്യമാണുള്ളത്. എന്ത് തന്നെയായാലും അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് കോട്ടക്കടവ് ഒരു മേൽപ്പാലം നിർമ്മിക്കുന്ന നടപടിയിലേക്ക് പോകണമെന്നുള്ളതാണ് ഇത് സമയം സൂചിപ്പിക്കേണ്ടത്. വർഷങ്ങളായി ഈ ഒരു ദുരിതം ഈ പ്രദേശത്തുകാർ അനുഭവിക്കുകയാണ്. അഥവാ ഈ ഒരു ഗേറ്റ് അടച്ചിടുന്ന സമയം അത്യാവശ്യമായി പോകണമെങ്കിൽ പോലും ഒരുപാട് ദൂരം ചുറ്റി സഞ്ചരിക്കേണ്ടി വരുന്നുണ്ട്. ആംബുലൻസുകൾ ഉൾപ്പെടെ ഈ ഒരു ബ്ലോക്കിൽ കുടുങ്ങുന്ന കാഴ്ചയുമുണ്ട്. കോട്ടക്കടവ് റെയിൽവേ ഗേറ്റ് പരിസരവാസികളുടെ പ്രയാസത്തിന് ദുരിതം കാണണമെന്ന ആവശ്യത്തിന് ഇപ്പോൾ വർഷങ്ങളുടെ പഴക്കമുണ്ട്. എന്നാൽ അധികൃതർ ഇതുവരെ കണ്ണു തുറന്നിട്ടില്ല. ഇവിടെ ഒരു മേൽപ്പാലം സാധ്യമായാൽ ഇവരുടെ എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമാവുകയും ചെയ്യും. പുതുപ്പണം കോട്ടക്കടവ് റെയിൽവേ ഗേറ്റ് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടാവുന്ന തരത്തിലേക്കാണ് മാറിയിരിക്കുന്നത്. ഏതാണ്ട് വലിയൊരു സമയം ആളുകൾ ഈ ഗേറ്റിൽ വാഹനം കുടുങ്ങി നിൽക്കുന്ന അവസ്ഥയാണുള്ളത്. ദിവസം ഏതാണ്ട് 100ഓളം ട്രെയിനുകൾ ഇതിലെ കടന്നു പോവുകയാണ്. യാത്രക്കാർ പലപ്പോഴും വാഹന ഗതാഗതം ചില സമയങ്ങളിൽ 3-4 ട്രെയിനിന് ഒന്നിച്ച് ഗേറ്റ് അടച്ചിടുകയാണ്. അരമണിക്കൂറൊക്കെ ഓരോ യാത്രയിലും ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ട്രെയിനിൻ്റെ എണ്ണം വർദ്ധിച്ചതിനനുസരിച്ച് തന്നെ കൂടുതൽ സമയം ഗേറ്റ് പൂട്ടിയിടുകയാണ്. നാട്ടുകാർ ഏറെക്കാലം ഒരുപാട് കാലമായി ഇവിടെ ഒരു മേൽപ്പാലത്തിന് വേണ്ടി ആവശ്യം ഉന്നയിക്കുകയാണ്. അതിനുവേണ്ടി ഇവിടെ വിപുലമായ ഒരു ആക്ഷൻ കമ്മിറ്റിയൊക്കെ രൂപീകരിക്കുകയും വർഷങ്ങളായി അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നാഷണൽ ഹൈവേ
കുറച്ചുകൂടി ഇപ്പോൾ അത് വിപുലീകരിച്ചപ്പോൾ സർവീസ് റോഡ് ഗേറ്റിനോട് ഏതാണ്ട് അടുത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ അപ്രോച്ച് റോഡിൻ്റെ നീളം കുറഞ്ഞതുകൊണ്ട് വാഹനം നിർത്തിയിടാൻ സൗകര്യമില്ലാത്ത തരത്തിൽ ഹൈവേയും റോഡും ബ്ലോക്കാവുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. നേരത്തെ ഞങ്ങൾ ഇവിടുത്തെ MLAയും MP ഒക്കെ ബന്ധപ്പെട്ട് അവർ ഈ സ്ഥലം സന്ദർശിക്കുകയും വേണ്ട നടപടികൾ ചെയ്യുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ ജനങ്ങൾ ഈ ഹൈവേ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് വല്ലാതെ പ്രയാസപ്പെടുകയാണ്. പലപ്പോഴും വാഹനം ഗതാഗത കുരുക്കനുഭവയും നാഷണൽ ഹൈവേയിൽ നീണ്ട ബ്ലോക്ക് ഒക്കെ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ ഗേറ്റ് ഈ നാട്ടുകാരുടെ വളരെ ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ള അനുഭാവപരമായ നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. ഇതുപോലെ നല്ല സുന്ദരിയായിരിക്കണം. അപ്പോ കല്യാണ പെണ്ണോ? അത് ചിറ്റപ്പന്റെ ഇഷ്ടം. ഇത് മതിയോ? ചിറ്റപ്പ. പാർക്കോ ഗോൾഡൻ ഡയമണ്ട്സ്.